നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടിയത് സമാധാനം മാത്രമാണ്. എല്ലാ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അവന് സമാധാനം ഉണ്ടാകണം, സമാധാനത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിതം മുമ്പോട്ട് പോകണം. ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തോടെ സമാധാനത്തോടെ നമ്മൾ ജീവിക്കണം. ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഇല്ലാതാക്കണത്. ചിലപ്പോൾ മറ്റ് വ്യക്തികൾ കാരണം നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതാകുന്നു. അപ്പോൾ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും അധികം സമാധാനമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ അഭിഷിക്തനായ ജോബിന് പോലും സമാധാനം ഇല്ലാതെ പോയിട്ടുണ്ട്. അവന്റെ ജീവിത പങ്കാളി, അവൻ ഏറ്റവും അധികം സ്നേഹിച്ച അവന്റെ 3 സുഹൃത്തുക്കളും അവരുടെ എതിരെ സംസാരിച്ചപ്പോൾ ജോബിനും സമാധാനത്തോടെ ജീവിക്കാൻ സാധിച്ചില്ല. അവൻ വീണ്ടും ദൈവത്തിലേക്ക് തിരികെയും ദൈവത്തിന് മുമ്പാകെ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തതുകൊണ്ട് നമ്മളും ദൈവത്തിന്റെ മുമ്പാകെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരാണ്. വിശ്വാസത്തിന്റെ പിതാവായ അബ്രാഹത്തിന്റെ കൊച്ചുമക്കൾ, അവരുടെ ജീവിതത്തിലും സമാധാനമില്ലായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 35-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഇസഹാക്ക് പറഞ്ഞു, നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ചിട്ട് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, സമാധാനമില്ല. നമ്മൾ കാരണം നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ല, മറ്റ് വ്യക്തികൾ കാരണം നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ല. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയിൽ മേൽപ്പട്ടക്കാരൻ, വൈദികൻ നിങ്ങളോട് കുർബാന മധ്യേ നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, സമാധാനം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ സഭയും ക്രിസ്തുവും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കണം. സമാധാനം ഇല്ലാത്ത ജീവിതത്തിൽ ആണെങ്കിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഈ വചനം എന്നും ഓർത്തു വെക്കണം. യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങയിൽ ഹൃദയം അർപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. നമ്മൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തീർച്ചയായും സമാധാനം നൽകും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.